പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്ന ഹെഡ് ഗവാറിനെ കുറിച്ച്. ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പോൾ, ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കുമ്പോൾ ഹെഡ് ഗവാറിനെ കുറിച്ചുള്ള വിഷയങ്ങളാണ് ചർച്ചാ വിഷയം. കോൺഗ്രസും അതുപോലെ തന്നെ BJPയും അതുപോലെ തന്നെ ഇടതുപക്ഷവും എല്ലാം ഹെഡ് ഗവാറിനെ കുറിച്ച് നിരന്തരമായ ചർച്ചകൾ നടത്തുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഹെഡ് ഗവാർ. കുറേ ചോദ്യങ്ങളുണ്ട്. ഹെഡ് ഗവാർ എന്ന്. ഏത് ഹെഡ് ഗവാർ? ആരാണ് ഹെഡ് ഗവാർ? അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അതെ, ഹെഡ് ഗവാർ. ഏത് ഹെഡ് ഗവാർ? ഒന്നാമത്തെ ചോദ്യം, ഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ RSS പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച അതേ ഹെഡ് ഗവാർ. അതാണ് അതിനുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഏത് ഹെഡ് ഗവാർ? ഉപ്പു സത്യാഗ്രഹത്തിൽ ഒരൊറ്റ RSS പ്രവർത്തകനും പങ്കെടുക്കരുത് എന്ന് സർക്കുലർ അയച്ച അതേ ഹെഡ് ഗവാർ. അതുതന്നെയാണ് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഏത് ഹെഡ് ഗവാർ? 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച് ലാഹോറിൽ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ആസാദിന്റെയും സർദാർ പട്ടേലിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി മുവർണ്ണ പതാക ഉയർത്തിയപ്പോൾ അത് ബഹിഷ്കരിക്കുകയും അതേസമയം ഭഗവത് ധ്വജം ഉയർത്തിയ ഹെഡ് ഗവാർ. നാലാമത്തെ ചോദ്യം, ഏത് ഹെഡ് ഗവാർ? ഇറ്റലിയിൽ പോയി മുസോലിനിയെ നേരിട്ട് കണ്ട് നാസിസം പഠിച്ച് അതേപോലെ ഒന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പ്രയത്നിച്ച മൂഞ്ചയെ ഗുരുവാക്കിയ അതേ ഹെഡ് ഗവാർ. അതാണ് അതിനുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഏത് ഹെഡ് ഗവാർ? ഹേ യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ യുവത്വം ബ്രിട്ടീഷുകാരെ എതിർത്ത് പാഴാക്കി കളയരുത് എന്ന് ആഹ്വാനം ചെയ്ത ഗോൾവാക്കറെ തന്റെ പിൻഗാമിയാക്കിയ അതേ ഹെഡ് ഗവാർ. അതാണ് അതിനുള്ള ഉത്തരം. ഈ ഉത്തരങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പാലക്കാട് നഗരസഭയിലെ ബഡ്സ് സ്കൂളിന് BJP ഹെഡ് ഗവാറിന്റെ സ്മാരകമാക്കണമത്രേ. എല്ലിന്റെ എണ്ണം കൂടുന്ന പല്ലിന്റെ എണ്ണം കുറയുന്ന പരിപാടിയാണല്ലോ എന്നാണ് പല ആളുകളും ചോദിച്ചു പോകുന്നത്. ഡോക്ടർ കേശവ ബലിറാം ഹെഡ് ഗവാർ. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്ന ഗാന്ധിജി അന്നുവരെ മാറ്റി നിർത്തിയിരുന്ന ദളിതരെയും താഴ്ന്നജാതിക്കാരെയും ആ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന് മുൻനിരയിൽ നിർത്താൻ ശ്രമം തുടങ്ങിയപ്പോൾ അതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച മഹാരാഷ്ട്ര ചപ്പാവൻ ബ്രാഹ്മണനായ ഹിന്ദുത്വവാദി. തുടർന്ന് ഹിന്ദുമതത്തിലെ ബ്രാഹ്മണ മേധാവിത്വം നിലനിർത്താനായി അയാൾ പുതിയ ഒരു സംഘടനയുണ്ടാക്കി. അതിന്റെ പേരെന്താണെന്ന് അറിയാമോ? അതാണ് RSS. ഏപ്രിൽ 1 ഇദ്ദേഹത്തിന്റെ ജന്മദിനം എത്രേ. അന്ന് ഏപ്രിൽ ഫുൾ ആയതിനാൽ വർഷങ്ങളായി അത് ട്രോളിന് ഇരയാകുന്നു എന്ന് മനസ്സിലാക്കിയ BJP ഇക്കൊല്ലം 48 മണിക്കൂർ മുന്നേ സിസേറിയൻ നടത്തി അദ്ദേഹത്തിന് പുനർജന്മം നൽകി, അല്ലെങ്കിൽ പുതുജന്മം നൽകി ആ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിയിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലെ മറ്റൊരു പ്രചരണം. മാത്രമല്ല, ആരും അദ്ദേഹത്തിന്റെ പേര് എടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കരുത് എന്ന് കരുതി ശരിക്കുമുള്ള അദ്ദേഹത്തിന്റെ പേര് വരെ ഹൈഡ് ചെയ്താണ് പല BJP അനുകൂല ചാനലുകളും അദ്ദേഹത്തിന്റെ ജന്മദിനം കൊടുത്തത് എന്നുവരെ പറയുന്നു. പാലക്കാട് നഗരസഭയുടെ ഹെഡ് ഗവാർ പേരിടൽ തള്ളി കേരള സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. RSS മേധാവിയുടെ പേരിടുന്നത് ഉചിതമല്ലെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പാടില്ലെന്ന് പറഞ്ഞയാളാണ് ഹെഡ് ഗവാർ എന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആളാണ് ഹെഡ് ഗവാർ എന്നും ഭിന്നശേഷിക്കാർക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് അദ്ദേഹത്തിന്റെ പേര് അനുചിതമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഒരു കാരണവശാലും ഹെഡ് ഗവാറിന്റെ പേരിടുന്നതുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചാനലുകളോട് പറഞ്ഞിരുന്നു. കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഹെഡ് ഗവാർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നുവെന്നും രാജേഷിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും BJPക്ക് ആവശ്യമില്ലെന്നും പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും പറയുകയുണ്ടായി. സ്വാതന്ത്ര്യ സമരം നടത്തിയതിന് ജയിൽവാസം അനുഷ്ഠിച്ച ആളാണ് അദ്ദേഹമെന്നും കൃഷ്ണപിള്ളയുടെയും വാര്യൻകുന്നന്റെയും പേരിലെല്ലാം കേരളത്തിൽ നിരവധി പദ്ധതികളുണ്ടെന്നും ഇതൊന്നും നിയമവിരുദ്ധമല്ലേ എന്നും പ്രശാന്ത് ശിവൻ ചോദിച്ചു. പാലക്കാട് ഭിന്നശേഷിക്കാർക്ക് ഉണ്ടാക്കുന്ന ആ കെട്ടിടത്തിന് ഹെഡ് ഗവാർ എന്ന പേര് ഉചിതമോ അനുചിതമോ എന്ന കാര്യം ചർച്ച ചെയ്യേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ. ഹെഡ് ഗവാറിനെ കുറിച്ച് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്തപ്പോൾ, ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ, മറ്റ് പല ഹിസ്റ്ററി ബുക്സും സെർച്ച് ചെയ്തപ്പോൾ അതിലൊന്നിലും ഹെഡ് ഗവാർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് കണ്ടതേയില്ല. കൃഷ്ണപിള്ളയെ സംബന്ധിച്ചും അതുപോലെ തന്നെ വാര്യംകുന്നനെ സംബന്ധിച്ചും അവർ സമൂഹത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അതല്ലല്ലോ വിഷയം. കൃഷ്ണപിള്ളയുടെ പേരോ അല്ലെങ്കിൽ വാര്യംകുന്നന്റെ പേരോ മറ്റു പല പദ്ധതികൾക്കും ഉന്നയിച്ചോ എന്നുള്ളതല്ല വിഷയം. അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, മറ്റുള്ള കാര്യങ്ങളുടെ ചർച്ചകളിലേക്ക് ചാനൽ കിടക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ വിഷയം ഹെഡ് ഗവാറിന്റെ പേരാണോ പാലക്കാട്ടെ ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനത്തിന് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചർച്ച. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണമെന്നാണ് നേഷൻ ന്യൂസ് ലൈവ് ചാനലിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. നേഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.